أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 83-ാമത്തെ ആയത്ത്. അഫ ഗൈറ ദീനില്ല എന്നുള്ളത് ചോദ്യത്തിന്, ഫ എന്നത് അപ്പോൾ എന്നർത്ഥത്തിൽ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം അല്ലാത്തത് എന്നർത്ഥം. അഫ ഗൈറ ദീനില്ലാഹി അള്ളാഹുവിന്റെ ദീനല്ലാത്തതാണോ യബ്ഗൂന അവർ ആഗ്രഹിക്കുന്നത്, വലഹു അസ്ലമ അവന് കീഴ്പ്പെട്ടിരിക്കെ, മൻ ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളവർ, വൽ അർളി ഭൂമിയിലുള്ളവരും, തൗഅൻ സ്വയം പ്രേരിതരായി, വകർഹൻ നിർബന്ധിതരായിട്ടും, വ ഇലൈഹി യുർജഊൻ അവർ അവനിലേക്ക് മടക്കപ്പെടുന്നവരുമാണ്. മുകളിൽ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. അല്ലാഹു തആല നബിമാരിൽ നിന്ന് പിറകെ വരുന്ന നബിയെ അംഗീകരിച്ചു കൊള്ളാമെന്നും സഹായിച്ചു കൊള്ളാമെന്നൊക്കെ കരാറ് വാങ്ങിയിട്ടുണ്ട്. ആ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവർ തികഞ്ഞ അധർമ്മികൾ തന്നെയാണ്. എന്നിട്ട് അവരെ കുറിച്ചാണ് ഈ ചോദ്യം. അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനാണോ അവർ തേടുന്നത്? വേദക്കാർ ഒന്നുകിൽ യഹൂദന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ഇവർ രണ്ടാലൊരു കൂട്ടരാണ് വേദക്കാരെന്ന് വിളിക്കുമ്പോൾ മുന്നിലുണ്ടാവുക. പ്രത്യേകിച്ചും മദീനയിലെ യഹൂദന്മാരായിരുന്നു പ്രാമുഖ്യം. ക്രിസ്ത്യാനികള് അങ്ങനെ ഒരു സമൂഹമായിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിശദീകരണ പ്രകാരം നജ്റാനിലെ നിവേദക സംഘമാകുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവര് വന്ന സമയത്ത് ഇറങ്ങിയ ആയത്ത് എന്ന് പറയുന്നത് ഈ ആയത്ത് കൂടി ഉൾപ്പെടെയാണ്, 83. ചില അഭിപ്രായ പ്രകാരം 71-ാമത്തെ ആയത്തിൽ അത് അവസാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 83 ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും അവിടെ ഉണ്ട് എന്നർത്ഥം. രണ്ടായാണെങ്കിലും ശരി, അള്ളാഹുവിനോടുള്ള കരാർ അംഗീകരിക്കാതെ സ്വന്തമായി വേറെ ഒരു ദീന് ആണോ അവരാഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അള്ളാഹുവിൻ്റെതല്ലാത്ത ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മതം എന്ന് പരിഭാഷപ്പെടുത്താറുള്ള വാക്കാണ് ദീന് എന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ദീൻ എന്ന വാക്ക് നമ്മൾ മതം എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല. അതില് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ വരെ വരുന്നത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് വ്യഭിചാരിക്ക് ശിക്ഷ നടപ്പിലാക്കണ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തു നൂറിൽ, വലാ യഖുദക്കും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ല. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും അവരോടുള്ള കാരുണ്യം അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കുന്നതിൽ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. അഥവാ പാവം തോന്നിയിട്ട് ശിക്ഷിക്കാതെ വിടരുത് വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും. അവിടെ നിയമത്തിൽ എന്ന് പറയുന്നതിന് പകരം ദീനില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തരുന്ന മുഴുവൻ നിയമവ്യവസ്ഥയുടെയും കൂടി പേരാണ് ദീനുള്ള എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ദീന്. അപ്പൊ അതിൽ ഇന്നത് വിശ്വസിക്കണമെന്നുണ്ട്, അതുപോലെ ഇന്നത് ആചരിക്കണമെന്നുണ്ട്, എന്നതുപോലെ ഇന്നത് നടപ്പാക്കണമെന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് അള്ളാഹുവിന്റെ ദീൻ. അത് വേണ്ടാന്ന് വെക്കുകയാണോ? അഥവാ ഞങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദീൻ, അള്ളാഹ് അയച്ച എല്ലാ റസൂലിനെയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ദീന് എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുള്ളത് കീഴ്പ്പെടുന്നത് എന്നാണ്. അതിനാണ് നമ്മൾ വ്യവസ്ഥിതി എന്നൊക്കെ പറയണത്. ഈ മതം എന്ന് പറയണതും യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെയാണ്. മതത്തിന് ഒരു വഴങ്ങലുണ്ട്.
പാരമ്പര്യ ആചാരമായി വന്നു വരുന്നതിനാണ് മതം എന്ന് സാധാരണ പറയുക. ആ പാരമ്പര്യത്തിൽ താല്പര്യമില്ലാത്തയാളും അതിനോട് യോജിപ്പില്ലാത്തയാളും അതിന് വഴങ്ങാൻ നിർബന്ധിതനാണല്ലോ. പ്രതിഫലം എന്ന അർത്ഥത്തിൽ ദീനി എന്ന വാക്കുണ്ട്. നേരത്തെ നമ്മളിത് വിശദീകരിച്ചതാണ്. കാരണം പ്രതിഫലം കൊടുക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ പണി തൊഴിലാളി എടുക്കണം. പണിക്കാരൻ വന്നിട്ട് ഞാൻ പറഞ്ഞ പണി ഞാൻ പറഞ്ഞതുപോലെ അവന് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ അത്ര സമയം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ചില സാധനം, ഒരു കെട്ടിടം പൊളിക്കണം എന്ന് പറഞ്ഞു, അവന് യോജിപ്പുണ്ടാവില്ല. എന്തിനാ ഈ കെട്ടിടം പൊളിച്ച് കളയുന്നതെന്നായിരിക്കും അവന്റെ അഭിപ്രായം. പക്ഷെ പറഞ്ഞ പോലെ ചെയ്തോളണം. പറഞ്ഞതുപോലെ ചെയ്താലാണ് പ്രതിഫലം കിട്ടുക. അങ്ങനെ അതുമായിട്ടൊരു ബന്ധം യഥാർത്ഥത്തിൽ ഇതിനുണ്ട്. ഇങ്ങനെ പിന്നെ നിയമം, ആരാധനാ സമ്പ്രദായം, പാരമ്പര്യം ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ദീന് എന്ന് പറയുന്നതും. അതിൽ ആരാധനാ കർമ്മങ്ങളുണ്ട്, അതിൽ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അതിൽ വ്യക്തി കാര്യങ്ങളുണ്ട്, അതിൽ സ്വകാര്യ വിഷയങ്ങളുണ്ട്, ഭരണകൂടം നിറവേറ്റേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളതാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. അത് വിട്ടിട്ട് സ്വന്തമായി ഞങ്ങൾക്ക് തോന്നിയതുപോലുള്ള ഒരു ദീൻ സ്വീകരിക്കാം എന്നാണല്ലോ യൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന്റെ അർത്ഥം. അള്ളാഹ് അയച്ച എല്ലാ റസൂലിനും അംഗീകരിക്കൂല. കാരണം എന്താ? അള്ളാഹ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നത് ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾക്ക് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഞങ്ങൾ എടുക്കും. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ് അയച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അവർ യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നത് അവരുടെ വംശീയതക്ക്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ്. അതാണ് അവരുടെ ദീൻ. അതിനെ ദീനായിട്ട് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത വേറൊരു ദീനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന്. അഥവാ അവരുടെ ദീൻ അള്ളാന്റെ ദീനല്ല, അള്ളാഹ്ക്ക് കീഴ്പ്പെടുകയല്ല, അവരുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുകയാണ്. അതാണ് ചോദ്യത്തിന്റെ മർമ്മം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി. അവരുടെ ആ നിലപാട് അള്ളാഹുവിന് കീഴ്പ്പെടാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുക എന്ന ദീനുണ്ടാക്കുക, അല്ലെങ്കിൽ അതൊരു നിലപാടായി സ്വീകരിക്കുക എന്നത് വിഡിത്തമാണ്. കാരണം എന്താ? വലഹു അസ്ലമ, അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. മൻ ഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളവർ, വഫിൽ അർളി, ഭൂമിയിലും, തൗഅൻ വ കർഹൻ, സ്വന്തം പ്രേരണയാൽ. മുത്തത്തവ്വി എന്ന് പറഞ്ഞാൽ വളണ്ടിയറാണ്. ഇതിൽ നിന്നുണ്ടായതാണ് ആ വാക്ക്. തൗ എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതനായി എന്തെങ്കിലും സ്വന്തം താല്പര്യത്താൽ, വ കർഹൻ, നിർബന്ധിതമായിട്ടും. ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മൻ എന്നത് ഉപയോഗിക്കുക സാധാരണഗതിയിൽ ആഖിൽ, ബുദ്ധിയുള്ള സൃഷ്ടികളെ കുറിച്ച് പറയാനാണ്. അപ്പൊ മൻഫിസ് സമാവാത്തി എന്ന് പറഞ്ഞാൽ ആകാശങ്ങളിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം മലക്കുകളെയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. വൽ അർളി, ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നുകളുമാണ്. ഈ മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇവിടെ ചില സംഗതികളുണ്ട്. അഥവാ മലക്കുകളിൽ വിശ്വസിക്കുന്നവരാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ തത്വത്തിൽ. എന്നിട്ട് ആ മലക്കുകളാണ് വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നത്, മനുഷ്യന് റസൂലുമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത്, അതുപോലെ മനുഷ്യരെ മരിപ്പിക്കുന്നത്, രണ്ടാമതും ജീവിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പിന്റെ സകലമാന കാര്യങ്ങളും ചെയ്യുന്നത് മലക്കുകളാണ്. ആ മലക്കുകൾ മുഴുവൻ മുസ്ലിങ്ങളാണ്, അഥവാ അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടവരാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ സ്വന്തം ഒരു ദീൻ ഉണ്ടാക്കിയാൽ വിജയിക്കും, അത് നിലനിൽക്കും? അത് നടക്കൂലല്ലോ. അതുകൊണ്ട് അള്ളാഹ്ക്ക് അള്ള പറയും പോലെ മലക്കുകൾ ചെയ്യുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറയുന്നത്. ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞത് ഉദ്ദേശ്യം മനുഷ്യരും ജിന്നുകളുമാണ്. അവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ മനുഷ്യരിൽ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിക്കാത്തവർ ഈ തൗഅൻ വ കർഹൻ എന്ന് പറഞ്ഞത്, മലക്കുകള് അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. തൗഅൻ, സ്വന്തം നിലയിൽ അള്ളാഹുവിനെ യുമിനൂന ബിഹംദി റബ്ബിക യുസബ്ബിഹൂനഹു, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നവരാണ്, അവനിൽ വിശ്വസിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ മലക്കുകളൊക്കെ സ്വന്തം പ്രേരണയാൽ തന്നെ മൂമിനുകളാണ്, അതോടൊപ്പം കർഹനുമാണ്. അഥവാ മുസ്ലിം അല്ലാതിരിക്കുക, അള്ളാഹുവിന് കീഴ്പ്പെടാതിരിക്കുക എന്നത് മലക്കുകൾക്ക് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ തീരുമാനിക്കാനും മലക്കുകൾക്ക് കഴിയില്ല. സ്വന്തം നിലയിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന്, അള്ളാഹുവിനെ വേണ്ട, അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് കീഴ്പ്പെടാനൊന്നും ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് മലക്കുകളിൽ ഒന്നിനോ ഒരു ഗ്രൂപ്പിനോ തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ മലക്ക് ഒരേ സമയം തന്നെ തൗഅനുമാണ് കർഹനുമാണ്. മനുഷ്യരും ജിന്നുകളും, ഇവിടെ മനുഷ്യരെ കുറിച്ചാണ് പരാമർശം, അതുകൊണ്ട് നമുക്കത് വിശദീകരിക്കാം. ജിന്നുകളെ കുറിച്ച് പിന്നീട് പറയാം. മനുഷ്യര് ചിലര് തൗഅനാണ്, ചിലര് കർഹനാണ്. അല്ലെങ്കിൽ ചില കാര്യത്തിൽ തൗഅനാണ്, വേറെ ചില കാര്യത്തിൽ കർഹനാണ്. അതെന്താ സംഭവം? ഒന്ന്, അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിച്ച് അവനെ റബ്ബായി അംഗീകരിച്ച് അവന്റെ അബ്ദാണെന്ന് സമ്മതിച്ചു കൊടുത്ത് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട ആളുകളുണ്ട്. അതുപോലെ കുറെ കാര്യത്തിൽ മനുഷ്യൻ അങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു. വേറെ ചില കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥ അംഗീകരിക്കുകയല്ലാതെ മനുഷ്യന് വേറെ നിവൃത്തിയൊന്നുമില്ല. അത്തരം കാര്യങ്ങളിൽ കർഹൻ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടതാണ്. ഉദാഹരണമായി, മനുഷ്യൻ എവിടെ ജനിക്കണം, ആണാകണമോ പെണ്ണാകണമോ, ആരുടെ മകനോ മകളോ ആകണം, ഏത് കാലത്താകണം, അതുപോലെ തന്നെ അവന്റെ ശരീരപ്രകൃതി, അവന്റെ നിറം, അവന്റെ ഉയരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ വളരെ വെൽ പ്ലാൻഡ് ആണ്, എങ്ങനെയോ വന്നു വീണതല്ല. നമുക്കൊക്കെ ഒരു ബയോളജിക്കൽ അഡ്രസ് ഉണ്ട്. നേരത്തെ വേറെ ഏതോ വിഷയത്തിന്റെ കൂടെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ തലയിൽ ആയിരക്കണക്കിന് മുടിയുണ്ട്, പക്ഷെ ആദമിന്റെ മക്കളിൽ രണ്ടാളുടെ തലയിൽ ഒരുപോലുള്ള രണ്ട് മുടിയില്ല. അത്ര വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരും. എല്ലാവരുടെയും കണ്ണ് വ്യത്യസ്തമാണ്, അതുപോലെ മണം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പോലീസ് നായിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. മുടി വ്യത്യസ്തമാണ്, വേർപ്പിന്റെ മണം വ്യത്യസ്തമാണ്, ഉമിനീര് വ്യത്യസ്തമാണ്, ശുക്ലം വ്യത്യസ്തമാണ്, അങ്ങനെയെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നതിൽ മനുഷ്യന് വല്ല റോളുമുണ്ടോ? ഇല്ല. അതൊക്കെ അള്ളാഹ് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് കാലത്ത് ജനിക്കണം, ആണാകണമോ പെണ്ണാകണമോ, ആരുടെ സന്തതിയാകണം. അതുപോലെ തന്നെ കർഹനാണ്, എത്ര കാലം ജീവിക്കണം. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അവിടെ ചിലർ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കും എന്ന് തൗഅൻ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. വേറെ ചിലർ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു. സ്വയം പ്രേരിതനായി അള്ളാഹ്ക്ക് കീഴ്പ്പെടാതെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു തീരുമാനിച്ചവരാണ്. പക്ഷെ ആ രണ്ട് തീരുമാനമെടുത്ത ആളുകളും ബാക്കി വിഷയങ്ങളിൽ കർഹൻ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതിൽ ഇത്രകാലം ഞാൻ ജീവിക്കും എന്ന് തീരുമാനിക്കാനോ ഇത്രകാലമേ ജീവിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാനോ കഴിയുകയില്ല മനുഷ്യന്. ഇങ്ങനെ ഒരേ സമയം തന്നെ മനുഷ്യൻ തൗഅനുമാണ് കർഹനുമാണ്. ഒരേ സമയം മലക്കുകൾ തൗഅനുമാണ് കർഹനുമാണ്. ഇനിയും വിശദീകരണങ്ങൾ ഉണ്ട് അതിന്. അത് ആകാശത്തുള്ളവര് മലക്കുകള് വിശ്വസിച്ചിരിക്കുന്നു, ഭൂമിയിലുള്ളവരും. തൗഅൻ വ കർഹൻ എന്ന് പറഞ്ഞത് ഭൂമിയിലുള്ളവരിലേക്ക് മാത്രം ചേർത്തിയാണ്. ആകാശത്തുള്ളവരെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടതാണ്. വൽ അർളി, ഭൂമിയിലുള്ളവരും തൗഅൻ വ കർഹൻ, ഭൂമിയിലുള്ളവര് തൗഅനും കർഹനുമായിട്ട് മുസ്ലിമായ ആളുകളുണ്ട് എന്ന് ഒരു വിശദീകരണം കൂടി അതിനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, കുറെ ആളുകൾ സ്വയം പ്രേരിതരായിട്ട് ഇസ്ലാം അംഗീകരിച്ച ആളുകളാണ്. വേറെ കുറെ ആളുകൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഇസ്ലാം അംഗീകരിക്കുകയും എന്നാൽ പിന്നീട് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ആളുകളാണ്. അതിൽ രണ്ടു തരം ആളുകളുണ്ട്. അതിലൊന്ന്, മാതാപിതാക്കൾ മുസ്ലിമായി അവരുടെ കുട്ടികളായി ജനിച്ച ആളുകൾ, ഒന്നുകിൽ അവർ മുസ്ലിം ആകുമ്പോൾ കൂടെയുള്ളവർ ചെറിയ കുട്ടികളായിട്ട്, അല്ലെങ്കിൽ പിന്നീട് ജനിച്ചവർ. ഇവർ ഇസ്ലാമിൽ എത്തുന്നത് കർഹനാണ്. പക്ഷെ പിന്നീട് അവർക്ക് പഠിച്ചപ്പോൾ മനസ്സിലായി ഇസ്ലാം സത്യമാണ് എന്ന്. അതുകൊണ്ട് അവർ അത് ഉപേക്ഷിച്ചില്ല, അതിൽ തന്നെ തുടർന്നു.
അത്തരം ആളുകളെ കുറിച്ചാണ് കെർഹൻ എന്ന് പറഞ്ഞത് എന്നൊരു വിശദീകരണമുണ്ട്. അതുപോലെ ഇസ്ലാമിക സമൂഹത്തിൽ ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന കാലത്ത് ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ യുദ്ധത്തടവുകാരായിട്ട് ഒക്കെ നിർബന്ധിതമായി പിടിച്ചുകെട്ടി കൊണ്ടുവരപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. അവരിൽ പലരും പിന്നീട് ഇസ്ലാമിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ യുദ്ധത്തടവുകാരിയായിട്ടാണ് ഇസ്ലാമിൽ എത്തുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവർക്ക് വേണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. പക്ഷെ അവര് ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ നിൽക്കുകയാണെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാമിൽ എത്തിയത് കെർഹനാണ്. പിന്നെ അവർ തുടർന്നത് തൗഅനാണ്. എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. നബിമാരുടെ ഭാര്യമാർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും നബിയെ ഉപേക്ഷിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ യുദ്ധ തടവുകാരിയായി വന്നിട്ട് പിന്നെ രണ്ടാലൊന്ന് തീരുമാനിച്ചു കൊള്ളാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും അവർക്ക് ഇത് അള്ളാന്റെ റസൂലാണ് എന്ന് വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് പണ്ഡിതനായ പിതാവിനോട് സാധാരണക്കാരനായ എളാപ്പ അനുജൻ ചോദിക്കുകയാണ്, എന്താണ് ഈ മുഹമ്മദ്, എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം? അപ്പോ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ തൗറാത്തിൽ വായിച്ചിട്ടില്ലേ വരാനുള്ള നബി അത് തന്നെ. അന്ന് കുട്ടിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. ഈ കുട്ടിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് ഒറിജിനൽ നബിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ നബിയെ അംഗീകരിക്കണം, വിശ്വസിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ എത്തിയത് യുദ്ധത്തടവുകാരിയായിട്ടാണ്. പക്ഷെ അങ്ങനെ എത്തിയെങ്കിലും ഇസ്ലാമിനെ നന്നായി മനസ്സിലാക്കി അള്ളാഹ്ക്ക് കീഴ്പ്പെടുകയാണ് ചെയ്തത്. ഇത് സഫിയ റളിയല്ലാഹു അൻഹയുടെ മാത്രം കാര്യമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ അടിമകളാക്കിയോ തടവുകാരായോ ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായവർ പിന്നീട് ഇസ്ലാമിനെ ഉൾക്കൊണ്ടു അതിന്റെ കീഴിൽ വലിയ സ്ഥാനമാനങ്ങൾ വരെ അലങ്കരിക്കുന്ന തരത്തിൽ വളരെ സജീവമായി നിന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതാണ് കെർഹൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അഥവാ അതൊരു പോയിന്റാണ്. അതെന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളവരെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, ഭൂമിയിലുള്ള കുറെ ആളുകൾ സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, വേറെ കുറെ ആളുകൾ സ്വീകരിച്ചത് നിർബന്ധിതമായിട്ടാണെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അവർ വിട്ടേച്ചു പോകാതെ അതിന്മേൽ തന്നെ കൂടിയിരിക്കുന്നു. അതതിന്റെ സത്യതയ്ക്ക് തെളിവാണ്. അബൂ സുഫിയാനോട് ഇൽക്കൽ രാജാവ് ചോദിച്ചത് അതിലേക്ക് പോയ ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ എന്നാണല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അങ്ങനെ അതാണ് കെർഹൻ. ഏത് വിശദീകരണമാണെങ്കിലും ശരി, ഒന്നുകിൽ മനുഷ്യന്റെ കുറെ കാര്യങ്ങൾ അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്, അതിന് കീഴ്പ്പെടുകയല്ലാതെ മനുഷ്യന് യാതൊരു നിവൃത്തിയുമില്ല, അതിൽ നിന്ന് ലംഘിച്ച് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് പുറത്തു പോകാൻ യാതൊരു നിവൃത്തിയില്ല. കെർഹൻ അള്ളാഹ്ക്ക് കീഴ്പ്പെടുകയേ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിന്റെ ദീനിനെ തിരിച്ചറിഞ്ഞ ആളുകൾ സ്വയം പ്രേരിതരായിട്ടും സ്വന്തം കാര്യത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വഴങ്ങാം എന്നും തീരുമാനിച്ചിരിക്കുന്നു. തൗഅൻ വ കർഹൻ. ഇങ്ങനെയുള്ള ഇസ്ലാമിനെയാണോ ഇതാണ് ഇസ്ലാമിന്റെ സ്ഥിതി എന്നിട്ട് അവർ വേറെ ദീനാണോ ആഗ്രഹിക്കുന്നത്? നിർബന്ധിതമായിട്ട് എത്തിയവർ പോലും ഇത് വേണമെന്ന് തീരുമാനിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ്. എന്നിട്ടും അവർ ഇതൊന്നുമല്ലാത്ത ഒരു സ്വന്തം നിലപാടിലേക്കാണോ പോകുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. വ ഇലൈഹി യുർജഊൻ. ഇനി അങ്ങനെ ഒരു ദീനുമായിട്ട് പോകാമായിരുന്നു. പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടില്ല പരലോകത്തേക്ക്. മലയാള കവിതയുണ്ടല്ലോ, വിളിക്കേണ്ട വിണ്ണിലേക്കില്ല ഞാൻ സഹേ, മഹിയാണന്റെ പെറ്റമ്മ മറ്റൊന്നും ബന്ധമില്ലമേ. അതൊന്നും കവിക്ക് പാടാനേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഖുർആനൊക്കെ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ പരലോകം ഇല്ലാന്ന് സങ്കല്പിക്കുക, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണ്. എന്നാൽ പിന്നെ അള്ളാന്റെ ചോദ്യമില്ല, അള്ളാന്റെ വിചാരണയില്ല, ശിക്ഷയില്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ജീവിക്കും എന്ന തീരുമാനത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നു. അതില്ല. എല്ലാവരും, ഈ അംഗീകരിച്ചവരും നിഷേധിച്ചവരും ഒക്കെ അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുക. എന്നിരിക്കെ അതാണ് ആ വാവിന് മനസ്സിലാക്കണം, വ ലഹു, അവന് കീഴ്പ്പെട്ടിരിക്കെ അവനിലേക്കാണ് മടങ്ങുന്നതും എന്നിരിക്കെ
അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനാണോ അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പ്രേരിതരായി അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.